ഇന്ന് കുറച്ച് പുതുമയുള്ളൊരു വീഡിയോ കേട്ടോ. അത്രയ്ക്ക് പുതുമൊന്നുമല്ല, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണത് തന്നെയാവും. എന്നാലും ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു. കുറച്ച് അരിയും ഗോതമ്പൊക്കെ ഉണ്ടായിരുന്നു, പച്ചരിയും ഗോതമ്പും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കുകയാണ്. റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടെന്നല്ല, ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗോതമ്പും അരിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഉണക്കി പൊടിച്ച് അങ്ങനെ വയ്ക്കലാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിനോ 1.5 മാസത്തിനോ ഉപയോഗിക്കുന്നതിനനുസരിച്ചാട്ടോ. നമുക്ക് പീടികയിൽ നിന്നും അങ്ങനെ പൊടികളൊന്നും മേടിക്കേണ്ടി വരാറില്ല. ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഒരു 8 കിലോ പച്ചരിയും പിന്നെ അതുപോലെ ഒരു 6 കിലോനൊക്കെ തോന്നുന്നു, 6 കിലോന് ഗോതമ്പും ഉണ്ട് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് തന്നെ മറ്റേ ആട്ടപ്പൊടീൻ്റെ പാക്കറ്റ് കിട്ടും, പക്ഷേ അതെനിക്ക് വലിയ ഇഷ്ടമല്ല. ഒരു ടേസ്റ്റ് കുറവാണത്. അപ്പം ഞാൻ പറയും, ഏട്ടനോട് പറയും ഗോതമ്പ് മേടിച്ചാൽ മതി പറയും. ഞങ്ങൾക്ക് പിന്നെ 2 കാർഡുണ്ട്, തറവാട്ടത്തെ കാർഡും ഞങ്ങളുടെ കാർഡും കൂടെ ആകുമ്പോൾ 2 കൂടെ ഗോതമ്പ് കിട്ടും. തേജൂട്ടനൊക്കെ ചേർത്തിയിട്ടുണ്ട് കാർഡിൽ. വെറുതെ എന്തിനാ, 3 വയസ്സായ ഓല ആധാരം കൊണ്ടുപോയ റേഷൻ കാർഡിൽ പേര് ചേർത്തി കിട്ടും. വെറുതെ എന്തിനാ ഓല അരി കളയണത്? ഞൂല് നിന്നിട്ടില്ലേ നമുക്ക് ഇന്നൂടെ നല്ല. പിന്നെ ഈ റേഷൻ കാർഡിൽ പേര് ചേർത്താതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചേർത്തിക്കൊണ്ട് കിട്ടോ പേര്. ഇനിയിപ്പോൾ അരിയൊക്കെ മേടിക്കാൻ കഴിയുന്നവർക്കൊന്നും കുഴപ്പമില്ല. അതുവേ ഇപ്പോൾ സാധാരണക്കാരായ ആളുകളുണ്ടാവില്ലേ, അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. അപ്പം അങ്ങനെ ഞാൻ പച്ചരിയും കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കി വെയിൽ വരുന്നുള്ളൂ കേട്ടോ. കാരണം നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ കഴിയൂല. അപ്പോൾ ഒന്നിട്ട് വെയിൽ ഉദിക്കാനായപ്പോൾ തന്നെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പച്ചരിയൊക്കെ കൊണ്ട് കയറി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള വീട്ടിലാണ് കേട്ടോ ഞാൻ പച്ചരിയും ഗോതമ്പൊക്കെ ഇടൽ. ഞങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ ഇല്ല, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. സംഭവം ഉണങ്ങിയാൽ പോരല്ലേ, ആരെ വീട്ടിൽ ഉണക്കിയാലും. ഇങ്ങനെ പച്ചരിയും ഗോതമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി അത് പൊടിപ്പിച്ച് ഇങ്ങനെ കുപ്പിയിൽ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് എന്ത് നോക്കിയാൽ മതി, അതിക്കുള്ള കറിക്കുള്ള സംഭവം മാത്രം നോക്കിയാൽ മതി. മറ്റേത് ഏട്ടനോട് പുട്ടുപൊടി കൊണ്ടുവരി, അരിപ്പൊടി കൊണ്ടുവരി, അത് കൊണ്ടുവരി, ഇത് കൊണ്ടുവരി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി പൊടിക്കാതെ കുറച്ച് പച്ചരിയും കൂടി അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉഴുന്നൊക്കെ ഇട്ട് ഉണ്ടാക്കാനും അതുപോലെ കലക്കി ചുട്ട ദോശയൊക്കെ ചുടാനൊക്കെ വേണ്ടിയിട്ട് അരിപ്പൊടി കൊണ്ട് പറ്റും. പക്ഷേ അരച്ച് ചുടുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് പച്ചരി അവിടെ ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ ആ പച്ചരി പൊടിപ്പിക്കാൻ എടുക്കും, ഇതിനെ ഇതാക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഓരോ ലൊട്ടിലൊടുക്ക് പരിപാടികളുണ്ടാവില്ല. ഇടക്കും നിലക്കും എനിക്ക് ഒരു കലത്തപ്പം ചുടലുണ്ടാവും. അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ദോശ ചുടും പോലെയാണ് എനിക്ക് കലത്തപ്പം ചുടുക എന്ന് പറഞ്ഞാൽ. വേഗമുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടി അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ അതുപോലെ അരിപ്പൊടി കൊണ്ട് നമ്മൾ അടായിട്ടും അങ്ങനെ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും. ഇവിടെ കലക്കി ചുട്ട ദോശ ചുടൽ പതിവില്ല, എപ്പോഴേലൊക്കെ ചുടലുള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനെ നൂലപ്പം, പത്തിരി അങ്ങനത്തെ കുറച്ച് റിസ്ക്കുള്ള കടികളാണ് എനിക്കിഷ്ടം. എങ്ങനെയൊക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും മകൾക്ക് വലിയ പോക്കൊന്നും പോകില്ല. പിന്നെയും തേച്ചിട്ടനാണ് കഴിക്കുക. അപ്പോൾ പിന്നെ ഓൾക്ക് വേണ്ടി നമ്മൾ ഐറ്റംസ് കടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. എനിക്ക് ഉണ്ടാക്കുന്നതും വലിയ താല്പര്യമാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കിട്ടിയാൽ മതി, അത്യാവശ്യം നല്ല വേഗം ഉണങ്ങും. അതുകൊണ്ട് പിന്നെ കുറേ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഉണക്കി കഴിഞ്ഞപ്പോൾ തന്നെ മില്ലിക്കും കൊണ്ടുപോകാമെന്നുള്ള ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ കുറേ ഒരു 2 മണി 2:30 ആയപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ ഗോതമ്പൊക്കെ 3 മണിക്കായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഗോതമ്പല്ല പച്ചരിയൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ് ഈ ഗോതമ്പും പച്ചരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കുക എന്ന് പറഞ്ഞാൽ. ഗോതമ്പിൽ അത്യാവശ്യം നല്ലോണം ചപ്പും ചമ്മറൊക്കെ ഉണ്ടാവും. ചെറി പൊറുക്കി വൃത്തിയായി കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്, നല്ല റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം അത് വെറുക്കാനും വൃത്തിയാക്കാനും നിൽക്കും. പിറ്റേ ദിവസമാണ് അതൊക്കെ ഉണക്കി വൃത്തിയാക്കാനും നിൽക്കൽ. നമ്മൾ റിസ്ക് എടുത്ത് ചെയ്താൽ എന്താ, നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ഒരു മായവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ, ഏറ്റവും നല്ല ഫുഡ് തന്നെയാണ് ഇതൊക്കെ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതൊന്നും അത്ര നല്ല ഇതാവില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ തന്നെ പച്ചരിയും ഇതൊക്കെ ഉണക്കി പൊടിപ്പിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ഗോതമ്പും തന്നെ അതുപോലെ നല്ല ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2നെയൊക്കെ കൊണ്ട് നമ്മൾ പൊടിപ്പിക്കാൻ പോകണം.
അങ്ങനെ നമ്മൾ ഗോതമ്പും പച്ചരിയൊക്കെ ഉണക്കിയ ഷീറ്റൊക്കെ ഞാൻ മടക്കി ഒതുക്കി കൊണ്ടുപോകാം കേട്ടോ. ഇനിയിപ്പം ഞാൻ അടുത്ത മാസം പുറത്തിറക്കിയാൽ മതി. ഗോതമ്പും പച്ചരിയൊക്കെ ഉണക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു വിധമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഭക്ഷണം കഴിക്കലും ബാക്കി പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഇതും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ എന്താ നമ്മളെ വീഡിയോൻ്റെ അവിടെ അല്ലേ വീഡിയോ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഗോതമ്പ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഇതൊരു പൊടിപ്പിച്ചും കിട്ടും. ഇതുകൊണ്ടൊരു ചപ്പാത്തിയൊക്കെ ചുട്ടാണ്ടല്ലോ എൻ്റെ സാറേ, നല്ല ടേസ്റ്റാട്ടോ. അത് നമ്മളെ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന ആട്ടപ്പൊടീൻ്റെ അതിൻ്റെ ഒന്നും പോലെയല്ല, ഇതൊരു 1.5 കിട്ടുക കേട്ടോ. ഗോതമ്പ് പൊടിപ്പിച്ച് ചുട്ട ആളുകൾ പിന്നെ ഒരിക്കലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് പൊടി ആട്ടപ്പൊടി മേടിക്കില്ല. കാരണം ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വർത്താനം പറഞ്ഞിക്കാൻ നേരമല്ല, ഞാനിതൊക്കെ പൊറുക്കി കെട്ടി കൊണ്ടോട്ടെ കേട്ടോ മില്ലിക്ക്. അങ്ങനെ മില്ലിക്ക് പോക്ക് ഇന്ന് ആക്കിയില്ല, ഞാൻ പിറ്റേ ദിവസമാണ് പോകുന്നത്. ഇന്ന് പോവാക്കി വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഒരു ഉച്ച ടൈമിലാണ് ഞാൻ പോകുന്നത്. ആ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ മില്ലിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മില്ല്. അപ്പോൾ ഞാൻ ആദ്യം പച്ചരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ഗോതമ്പ് കൊണ്ടുപോകുന്നത് കേട്ടോ. രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയൂല, അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് കൊണ്ടുവച്ചിട്ട് അടുത്തത് കൊണ്ടുപോരുന്നത്. അപ്പോൾ പോരുന്ന എൻ്റെ പോരലാണ് ഈ കാണുന്നത്. തലയിലൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നത്. തല നല്ല ചൂടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ പൊടിപ്പിച്ചതുകൊണ്ട് ആ ഒരു ചൂട് നല്ലോണം ഉണ്ട്. അപ്പോൾ ചൂടാറിയ ശേഷം ചൂടോടെ തന്നെ നമ്മളെ പെട്ടിയിലാക്കട്ടെ, പെട്ടിയല്ല വെച്ച് കുപ്പിയിലാക്കട്ടെ. അങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഇതിങ്ങനെ നിറഞ്ഞിറക്കാണ്ട് ഒഴിയാനാകുമ്പോൾ ഒരു ഇടങ്ങാറാണ്. അപ്പം ഞാൻ തുടങ്ങും പൊടിപ്പിക്കണമല്ലോ. അപ്പോൾ തന്നെ പൊടിപ്പിക്കാനുള്ള പണികൾ തുടങ്ങും. റേഷൻ കടയിൽ പോകുമ്പോൾ ഞാൻ പറയും പച്ചരി ഇത്ര മേടിക്കണം, ഗോതമ്പ് ഇത്ര മേടിക്കണം എന്നൊക്കെ പറയും. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ചായക്കൂടി ചോദിക്കുമ്പോൾ ഞാൻ പറയും നൂലപ്പം, പത്തിരി, ചപ്പാത്തി അറിയുമ്പോൾ ഓരറിയും എൻ്റെ കടികൾ വെറൈറ്റി ആണെല്ലാം അറിയും. അനിയത്തി അമ്മയൊക്കെ ഓൽക്കപ്പോഴും പറയും ഒരു ദോശ ഉണ്ട്, ഒരു ചപ്പാത്തി ഉണ്ട് അറിയും. എനിക്കാണെങ്കിൽ കടി നന്നാവണം, അതേപോലെ തന്നെ കറി നന്നാവണം. തേങ്ങരച്ച കറി കടിയും സെറ്റാവണം. അപ്പം അങ്ങനെ എൻ്റെ പൊടിയൊക്കെ വെട്ടിയിലായി. ഇനി ഗോതമ്പ് ചൂടാറാനുണ്ട്, അതിന് കാണിക്കണമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കേ.